നമസ്കാരം പ്രിയമുള്ളവരെ. ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യ പടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ WHO ആസ്ഥാനത്ത് ഫലസ്തീൻ്റെ പതാക സ്ഥാപിക്കുവാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. 95 അംഗരാജ്യങ്ങൾ ഈ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെ 4 പേരാണ് എതിർത്തത്. 25 രാജ്യങ്ങൾ വിട്ടുനിന്നു എന്ന ഒരു വാർത്തയാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ഒരു അതോറിറ്റി ആയിട്ടാണ് ലോകരാജ്യങ്ങൾ കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഫലസ്തീൻ എന്ന് പറയുന്നത് പൂർണ്ണ സ്വതന്ത്ര രാജ്യമാകുന്നതിൻ്റെ ആദ്യപടിയായിരിക്കാം ഈ ഐക്യരാഷ്ട്ര സഭയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനത്ത് ഫലസ്തീൻ്റെ പതാക ഉയർത്തുവാനുള്ള അവകാശം ലഭിക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ജർമ്മനി, അതായത് ഇസ്രായേലുമായിട്ട് എപ്പോഴും ദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ജർമ്മനിയും ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രെഡറിക് മെഴ്സ്, ജർമ്മൻ വൈസ് ചാൻസലർ, പറയുന്നത് ഇസ്രായേൽ മനുഷ്യരാശിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഗസയിൽ നടത്തുന്ന വംശീയ ഉന്മൂലനത്തെ പ്രതികരിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല എന്നാണ്. അതായത് ജർമ്മൻ വൈസ് ചാൻസലർ, പ്രത്യേകിച്ചും ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിന് വളരെ വലിയ പിന്തുണ നൽകിയിരുന്ന ജർമ്മനിയുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശുഭകരമായൊരു വാർത്തയല്ല. മാത്രമല്ല, ജർമ്മൻ ഭരണപക്ഷ പാർട്ടിയിലെ മിക്ക ഘടകകക്ഷികളും ഇസ്രായേലിനെതിരെ ഉപരോധം വേണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഇസ്രായേലിലേക്ക് കയറ്റി അയക്കുന്ന ആയുധങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ പ്രതികരിച്ചു തുടങ്ങുന്ന സന്ദർഭമാണ് എന്ന് പറയാം. നേരത്തെ സ്പെയിൻ്റെയും ബ്രിട്ടൻ്റെയും ഇറ്റലിയുടെയും ഒക്കെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഫ്രാൻസിൻ്റെയും ഒക്കെ. ഇപ്പോൾ ജർമ്മനിയും, ഇസ്രായേലിൻ്റെ ദീർഘകാല സുഹൃത്തായ ജർമ്മനിയും ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു എന്ന വസ്തുതയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന്, ഹമാസ് വക്താവിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വെടിനിർത്തൽ പ്രായോഗികമാകുന്നു, ഇസ്രായേലും ആയിട്ടൊരു വെടിനിർത്തൽ കരാർ നിലവിൽ വരും എന്ന രീതിയിൽ ഹമാസ് വക്താവിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇസ്രായേലും അമേരിക്കയും അത് നിഷേധിക്കുന്നു എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യുകയാണ്. 70 ദിവസത്തിനകം പൂർണ്ണമായ വെടിനിർത്തൽ കരാറാണ് ഹമാസ് വക്താവിൻ്റെ ഈ പ്രസ്താവന അനുസരിച്ച് നടപ്പിലാക്കപ്പെടുവാൻ പോകുന്നത്. അതിൽ 5 ബന്ദികളെ ആദ്യം മോചിപ്പിക്കും. അവസാനം ഈ 5 ബന്ദികളെ ഇസ്രായേൽ സേന പൂർണ്ണമായും ഗസ വിട്ടുപോകുന്ന അവസരത്തിൽ മോചിപ്പിക്കും എന്ന ഒരു വസ്തുതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ 10 ബന്ദികൾ മോചിപ്പിക്കപ്പെടും എന്ന ഒരു ചർച്ചയാണ് ഉണ്ടാകുന്നത്. മൊത്തം 58 ബന്ദികളാണ് ഗസയിൽ ഹമാസിൻ്റെ പിടിയിൽ ഉണ്ട് എന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 10 ബന്ദികളുടെ കാര്യം മാത്രമേ ചർച്ചയാകുന്നുള്ളൂ. ഈ 48 ബന്ദികൾ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ അധികം എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഇതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. പക്ഷേ ഹമാസ് പറയുന്നത് പൂർണ്ണമായും ഒരു ബന്ദി വിമോചനം ഉണ്ടായാൽ മാത്രം, പൂർണ്ണമായും ഗസയിൽ നിന്ന് ഇസ്രായേൽ വിട്ടുമാറിയാൽ മാത്രമേ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കുമെന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.